മൗദൂദിയുടെ തഫീമുൽ ഖുർആനിൽ അല്ലാഹു സമദ് എന്ന വാക്യം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: അല്ലാഹു ആരുടെയും ആശ്രയം വേണ്ടാത്തവനും എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്നവനും ആകുന്നു. ഇതിന്റെ വ്യാഖ്യാനത്തിൽ മൗദൂദി സാഹിബ് പറയുന്നത് ഇങ്ങനെയാണ്: അല്ലാഹു സമദ് എന്ന സൂക്തത്തിന് സ്വഹബാത്തിൽ നിന്നും താബീകളിൽ നിന്നും പിൽക്കാല പണ്ഡിതന്മാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട വ്യാഖ്യാനങ്ങൾ താഴെ ഉദ്ധരിക്കാം. ഹസ്രത്ത് അലി, ഇക്രിമ ഈ രണ്ട് പണ്ഡിതന്മാരുടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഉദ്ധരിക്കുന്നത്. അവർ പറയുന്ന ഇതിങ്ങനെയാണ്: തനിക്ക് മീതെ ആരുമില്ലാത്തവനാരോ അവനാകുന്നു സ്വമദ്. അബ്ദുല്ലാഹിബ്നു മസൂദ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബൂ വാഇൽ, ഷക്കീഖുബ്നു സലമ ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് പിന്നെ പറയുന്നത്. ആത്യന്തിക തലത്തിലെത്തിയവനും സമ്പൂർണമായ നേതൃത്വത്തിലുള്ളവനുമായ നായകൻ. സ്വമദ് എന്ന വാക്കിന്റെ നിർവചനം വേറെ ചില പണ്ഡിതന്മാരുടെ കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഇബ്നു അബ്ബാസ് ഉണ്ടല്ലോ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, ആ ഇബ്നു അബ്ബാസ്